സി കെ ഷാക്കിർ, ഇവിടെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതായത് വർഗീയത പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ വർഗീയത പറയുന്നത് LDF-ഉം UDF-ഉം എന്നുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് പിന്നെ ഒരു വർഗീയ വിഷം ചീറ്റുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ വർഗീയത പറയുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന പേരും അദ്ദേഹം വിളിക്കുന്നു. സി കെ ഷാക്കിർ അതിനുള്ള മറുപടി. സി കെ ഷാക്കിർ, അതായത് നിങ്ങൾ ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് 102-ാം സ്ഥാനത്താണ് ഇപ്പോൾ ലോക സൂചികയിൽ പട്ടിണിയിൽ എന്നുള്ളത് മിനിമം തിരിച്ചറിയണം. മലയാളികൾ പ്രബുദ്ധരാണ്. ഇവിടെ വന്ന് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുപോയി അതെല്ലാവരും വിശ്വസിച്ച് കളയുമെന്ന് നിങ്ങൾ ദയവായി കരുതരുത്. 3.5 കോടി ജനങ്ങളിൽ RSS BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അത് വിശ്വസിക്കുമായിരിക്കും. അവർക്ക് ഈ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി അവിടെ വംശീയതയും വർഗീയതയും വെറുപ്പും രാഷ്ട്രീയ വിപണിയിൽ ഇറക്കി അത് മുതലെടുത്ത് രാജ്യത്തെ പ്രധാനമന്ത്രിയായി കടന്നു വന്ന് ആ പ്രധാനമന്ത്രി ആയത് തന്നെ സാങ്കേതികമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ജനാധിപത്യത്തെ അട്ടിമറിച്ച് വോട്ട് ചോരി നടത്തി അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് അല്ല നമ്മൾ പ്രധാനമന്ത്രി എന്നുള്ളത് അംഗീകരിക്കുന്നു സാങ്കേതികമായി. ഞാൻ പറയട്ടെ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ വക്താവല്ലേ? എന്നെ രാഹുൽ പോലും ഉന്നയിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമല്ലേ ചോദിക്കുന്നത്. എന്റെ അഭിപ്രായമല്ലേ ചോദിക്കുന്നത്. ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ. തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത്? സുരേഷ് ഗോപി നിങ്ങൾ കണ്ട് ഇപ്പൊ ഇവര് SIR കൊണ്ടുവന്നപ്പോൾ എത്ര ലക്ഷം വോട്ടർമാരെയാണ് തൃശ്ശൂരിൽ കള്ള വോട്ടർമാരെ കണ്ടെത്തിയിട്ടുള്ളത്? അത് കേരളത്തിലെ പിണറായി സർക്കാർ ഇവർക്ക് ജയിക്കാനാണ് കേരളത്തിലെ മുഴുവനായിട്ടാണ് ലക്ഷക്കണക്കിന് നിങ്ങൾ അനുകൂലിക്കുകയാണ് വേണ്ടത്. കേരളത്തിൽ നിങ്ങൾ അനുകൂലിക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ഒരു പരിധി വരെ SIR കാരണമാകും. ശ്രീ സി കെ ഷാക്കിർ, കാരണം അവിടെ ഇടതുപക്ഷം ചേർത്ത വോട്ടുകളാണ് കൂടുതലും നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ SIR-നെ പറ്റി മിണ്ടാത്തത്. കേരളത്തിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് എന്നെ വിളിച്ചത്. പറഞ്ഞോളൂ, എനിക്ക് പറയാൻ അവസരം തരി. അത് ഞാൻ പറയും. ഇപ്പം അദ്ദേഹം MS വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹമാണ് പറഞ്ഞത് മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഇന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ പിരിച്ചുവിട്ട് പോകലായിരുന്നു നല്ലത്. അദ്ദേഹം കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് വിമർശിച്ചതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ജനാധിപത്യ ദൗത്യവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ ദൗത്യവും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതൊരു തെളിവാണ്. RSSന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നരായ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത രാജ്യത്തെ പട്ടിണി പാവങ്ങളെ നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു 102-ാം സ്ഥാനത്താണ് ലോകത്ത് ഇന്ത്യയിൽ പട്ടിണിയിൽ. മാത്രമല്ല ഗുജറാത്തിനെയും നിങ്ങൾ കേരളത്തെയും കമ്പയർ ചെയ്തോ. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്രയും കാലം കേരളം ഭരിച്ചിട്ട് നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതാണ്, പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ ഒന്നാമതാണ്, പ്രാഥമിക ആരോഗ്യത്തിൽ നമ്മൾ ഒന്നാമതാണ്. നിങ്ങൾ ഗുജറാത്തിലെ കിടക്കെടുത്തോ, അവിടെ ഇൻഡസ്ട്രിയൽ രംഗത്ത് അവർ ഒന്നാമതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പ്രൈവറ്റ് വൽക്കരണത്തിലും ഒക്കെ ഒന്നാമതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ കേരളമാണ് ഒന്നാമത്. നിങ്ങൾ കണക്കെടുത്ത് ഓരോന്നും പരിശോധിച്ചോ. നിങ്ങൾ അവിടുത്തെ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നയാളാണ്. നിങ്ങൾ തന്നെയല്ലേ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്നാന്തരം ആരോഗ്യമന്ത്രിയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ കേൾക്ക്. ഇത് ഇന്നലെ പിണറായി വിജയന്റെ സർക്കാർ ഉണ്ടാക്കിയതല്ല. ഇത് പിണറായി വിജയന്റെ സർക്കാർ ഉണ്ടാക്കിയതല്ല. ഇത് കേരളം ഐക്യജനാധിപത്യ മുന്നണി ഉൾപ്പെടെ ഭരിച്ചു ഈ രീതിയിൽ പോകുന്നതിന്റെ ഒരു ഗുണമാണ്. നരേന്ദ്രമോദി പറഞ്ഞത് തെറ്റാണ്. കഴിഞ്ഞ 10 വർഷം അതുണ്ടായിട്ടുണ്ട് താങ്കൾ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? തെറ്റാണ്, അതും തെറ്റാണ്. കോവിഡ് കാലത്ത് നമുക്കറിയാമല്ലോ, കോവിഡ് പ്രതിരോധത്തിൽ കേരളം വളരെ പിറകിലാണ്.
ഇന്ത്യയിൽ ചെറിയ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുണ്ടായ 2ാം സ്ഥാനം കേരളമാണ്. ഏറ്റവും കോവിഡ് രോഗികൾ മരണപ്പെട്ടത് കേരളമാണ്. അത് വേറെ കാര്യം. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിട്ട് പിറകോട്ട് കൊണ്ടുപോകുന്നു കേരളത്തെ എന്നാണ്. ഞങ്ങൾ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട്. ആ ഭരിച്ചതിന്റെ പരിണിത ഫലമായിട്ട് നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ വളരെ മുന്നിലാണ്. അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ ഗുജറാത്ത് മുമ്പിലാണ്. നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ചേരി പ്രദേശങ്ങളുള്ള അവിടെയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഈ നരേന്ദ്രമോദി ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഈ അടുത്ത കാലത്താണ് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റ നിയമം ലംഘിച്ചതിന് 200ഓളം പാവപ്പെട്ട ഭാരതപുത്രന്മാരെ കയ്യും കാലും കെട്ടി വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. ഒന്ന് വാ തുറന്നൊന്ന് പ്രതിഷേധം അറിയിക്കാൻ പോലും ഈ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. നട്ടലില്ലാത്ത പ്രധാനമന്ത്രി. ആ നട്ടലില്ലാത്ത പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നു, മതപരമായി വേർതിരിക്കുന്നു, ജനാധിപത്യം അട്ടിമറിക്കുന്നു, നിയമങ്ങൾ അട്ടിമറിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടക്കുന്നു, അന്വേഷണ ഏജൻസികളെ BJPക്കും RSSക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ബടായി വിടാണ്. മനുഷ്യ നിങ്ങൾ നോക്ക്, 2021 നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നിരുന്നു. അന്ന് ഇവർക്ക് ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി, MLAയും പോയി. അതല്ലേ സംഭവിച്ചത്? ശരി, ശ്രീ ടി. പി. ജയചന്ദ്രൻ അതിനുള്ള മറുപടി. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പലയിടങ്ങളിലും പ്രചാരണത്തിന് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല BJPക്ക്. ഇപ്പോഴും അങ്ങനെയാകുമെന്നാണ് CK ഷാക്കിർ പറയുന്നത്. പക്ഷേ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യമാണല്ലോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.